പട്ടികജാതി വിഭാഗത്തെയും വനിതകളെയും അധിക്ഷേപിച്ച അടൂർ ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കുന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായില്ല. ദിനു വെയിലിന്റെ പരാതിയിൽ മ്യൂസിയം പോലീസ് നിയമോപദേശം തേടിയിട്ടുണ്ട്. സിനിമാ കോൺക്ലേവിന്റെ സമാപന ചടങ്ങിൽ അടൂർ ഗോപാലകൃഷ്ണൻ വിവാദ പരാമർശം നടത്തിയത് കോൺക്ലേവിന്റെ ശോഭ കെടുത്തിയെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. സ്ത്രീകൾക്കും ദളിതർക്കും സിനിമ നിർമ്മിക്കാൻ സർക്കാർ നൽകുന്ന ധനസഹായം ചൂണ്ടിക്കാണിച്ചായിരുന്നു അടൂർ ഗോപാലകൃഷ്ണന്റെ അധിക്ഷേപം. പരാമർശങ്ങൾ വിവാദമായതോടെയാണ് ദിനുവേയിൽ മ്യൂസിയം പോലീസിൽ പരാതി നൽകിയത്. ദളിത് വിഭാഗത്തെ അധിക്ഷേപിച്ച അടൂർ ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കണമെന്നാണ് പരാതിയിലെ ആവശ്യം. ദിനുവിന്റെ പരാതിയിൽ മ്യൂസിയം പോലീസ് ഇതുവരെ തുടർ നടപടികൾ സ്വീകരിച്ചില്ല. എന്നാൽ നിയമോപദേശം നേടിയിട്ടുണ്ട്. അതേസമയം പരാമർശങ്ങൾ വിവാദമായിട്ടും തിരുത്താൻ അടൂർ ഗോപാലകൃഷ്ണൻ ഇതുവരെ തയ്യാറായിട്ടില്ല. സർക്കാർ സഹായത്തിൽ വാണിജ്യ സിനിമകൾ നിർമ്മിക്കേണ്ടതില്ലെന്ന അഭിപ്രായമാണ് അടൂർ ഗോപാലകൃഷ്ണൻ ഉന്നയിക്കുന്നത്. പട്ടികജാതി വിഭാഗത്തിനും സ്ത്രീകൾക്കും സിനിമ നിർമ്മിക്കാൻ പണം നൽകുമ്പോൾ പരിശീലനം കൂടി നൽകണമെന്നാണ് മറ്റൊരു പരാമർശം. പട്ടികജാതി വിഭാഗത്തെയും വനിതകളെയും സഹായിക്കാനാണ് താൻ ഇങ്ങനെ പറഞ്ഞതെന്ന് അടൂർ ഗോപാലകൃഷ്ണൻ പിന്നീട് വിശദീകരിച്ചു. പക്ഷേ ഇത് അംഗീകരിക്കാൻ അടൂർ ഗോപാലകൃഷ്ണനെ വിമർശിക്കുന്നവർ തയ്യാറായിട്ടില്ല. പ്രസംഗത്തിനിടയിൽ സദസ്സിൽ നിന്നും സംഗീത നാടക അക്കാദമി വൈസ് ചെയർപേഴ്സൺ പുഷ്പവതിയാണ് ആദ്യം എതിർപ്പുയർത്തിയത്. പ്രതിരോധം തീർക്കാൻ ശ്രമിച്ച പുഷ്പാവതിയെ വീണ്ടും പരിഹസിക്കാനാണ് ഇന്നലെ അടൂർ ഗോപാലകൃഷ്ണൻ ശ്രമിച്ചത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.